everyone, this is Basil. Welcome to iPlus Training Solutions. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ മെയിൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. പ്രിലിമിനറി എക്സാമിനേഷൻസ് എല്ലാം എഴുതി സെറ്റായിട്ട് മെയിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ. റിസൾട്ട് വന്നിട്ട് മെയിൻസ് പഠിച്ചു തുടങ്ങാൻ നോക്കരുത്. നമുക്ക് വളരെ കുറച്ച് ദിവസമേ കാണത്തുള്ളൂ. അതായത് PSC പോലെ ഒന്നും അല്ല ഈ പറയുന്ന പാറ്റേൺ. അതായത് എക്സാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഈ പറയുന്ന നമ്മളുടെ പ്രിലിംസ് നടന്നിട്ട് ദെൻ വളരെ കുറച്ച് ടൈം റിസൾട്ട് വന്നിട്ട് വളരെ കുറച്ച് ടൈമേ നമുക്ക് കാണത്തുള്ളൂ. അപ്പോൾ അത് കാത്തിരിക്കരുത്, ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. സിലബസ് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് മെയിൻസിൽ, വലിയ ചേഞ്ചുകളൊന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ്റെ നിലവാരം ഇച്ചിരി മാറ്റം ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന പാറ്റേണുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആയിരിക്കും. കോംപ്രിഹെൻഷൻ്റെ പ്രത്യേകത എന്താണ്? കോംപ്രിഹെൻഷൻ്റെ പ്രത്യേകത, ഈ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയുടെ എക്സാമിനേഷൻസിൽ അല്ലെങ്കിൽ ഏത് ബാങ്ക് എക്സാം ആയിക്കോട്ടെ, ബാങ്ക് ഓഫ് ബറോഡ എന്ന് മാത്രമല്ല, ബാങ്കിങ് എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുന്നൊരു പാറ്റേണാണ് കോംപ്രിഹെൻഷൻസ്. ഇതിൽ കണ്ടുവരുന്നൊരു പാറ്റേൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യും, ഗ്രാമർ ആയാലും അല്ലെങ്കിൽ വൊക്കാബുലറി ആയാലും ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കും ആണല്ലോ. പക്ഷേ കോംപ്രിഹെൻഷൻ പഠിക്കാൻ പൊതുവേ നമുക്കൊരു മടിയുമാണ്, പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു പാസേജൊക്കെ അല്ലേ ഉള്ളൂ, പാസേജ് നമുക്ക് എക്സാം ഹോളിൽ ചെന്ന് വായിച്ചു വെക്കുക എന്നുള്ളത്. എക്സാം ഹോളിൽ ചെന്ന് പാസേജ് വായിച്ചാലുള്ള പ്രശ്നം, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ പാസേജ് കാണുന്നത് ആണല്ലോ. അപ്പം നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും, എക്സാമിൻ്റെ ഒരു പ്രഷർ നമുക്കുണ്ടായിരിക്കും. നമ്മൾ കുത്തിയിരുന്ന് വായിക്കും, പിന്നെ ഒന്നുകൂടി എടുത്ത് വായിച്ചു വെക്കും, നമുക്കൊന്നും തല കയറുന്നില്ല. ഈ സാധനം വായിച്ചുകൊണ്ടേ ഇരിക്കും, നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകൊണ്ടേ ഇരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ ബാങ്കിങ് എക്സാമുകൾക്ക് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് ആയിരിക്കും എന്നുള്ള കാര്യം ആദ്യമേ ഓർക്കുക. എന്തുകൊണ്ടാണ് ഇതൊരു ട്രാപ്പാണ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ ആദ്യമേ എല്ലാവരും കോംപ്രിഹെൻഷൻ ചെയ്യാൻ നോക്കും. ആദ്യമേ കോംപ്രിഹെൻഷൻ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ, നമ്മൾ ഇരുന്നങ്ങ് ചെയ്യും, വായിച്ചു നോക്കി, പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി ഉത്തരമൊക്കെ കിട്ടും. പക്ഷെ അപ്പോഴേക്കും സിമ്പിളായിട്ട് നമുക്ക് 10 സെക്കൻഡ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബുലറി, 15 സെക്കൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രാമർ, ഇതൊന്നും ചെയ്യാനുള്ള ടൈം അവിടെ കാണത്തില്ല എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു സജഷൻ പ്രകാരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൊക്കാബുലറിയും ഗ്രാമറും ചെയ്യുക. അതിന് നമുക്ക് ഒരുപാട് സമയം വേണ്ട. എന്നിട്ട് നിങ്ങൾ കോംപ്രിഹെൻഷൻസിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ കിടക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സാധനം ട്രാപ്പ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ടൈം ഒരുപാട് നഷ്ടപ്പെടും. സോ ഡോണ്ട് ഡു സച്ച് തിങ്സ്. നമ്മൾ കോംപ്രിഹെൻഷൻസ് ചെയ്യുന്നത് എപ്പോഴും അവസാനത്തേക്ക് വെക്കുക. പിന്നെ ഒരു കാര്യം, എക്സാം വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്രിഹെൻഷൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കോംപ്രിഹെൻഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഈ പറയുന്ന സാധനം പ്രാക്ടീസ് ചെയ്യത്തില്ല. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ടാക്ടിക്സ് കൃത്യമായി കിട്ടില്ല. അതായത് സാധാരണഗതിയിൽ കോംപ്രിഹെൻഷൻസിനെ കുറിച്ച് പറയുമ്പം ഞാൻ പറയാറുള്ളൊരു പാറ്റേണാണ്, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പാറ്റേണിനകത്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ആശാൻ നിങ്ങളോട് ഹാഫ് ക്ലച്ച് ചെയ്യണം കയറ്റത്തിൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ കയറ്റത്തിൽ ചെന്ന് നിന്നാലേ എന്താണ് ഹാഫ് ക്ലച്ച് എന്നും എങ്ങനെയാണത് എടുക്കേണ്ടത് എന്നുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് മൂക്ക് ചെയ്യുന്നപ്പം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പാറ്റേൺ. അപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നമ്മളുടെ സൈറ്റ് വഴി ഫ്രീ ആയിട്ട് തന്നെ ഈ കോംപ്രിഹെൻഷൻസിൻ്റെ ഒക്കെ പ്രാക്ടീസ് കിടപ്പുണ്ട്. മോക്ക് ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് കിടപ്പുണ്ട്. അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡു പ്രാക്ടീസ് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ബാങ്ക് ഓഫ് ബറോഡയുടെ മെയിൻസ് ഒന്നും അല്ല, ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഈ പ്രാക്ടീസ് സെറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബോട്ടം ടു ടോപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ബോട്ടം ടു ടോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് എന്താണ്? ഈ ബോട്ടം ടു ടോപ്പ്, അതാണ് ഇനി അടുത്ത പ്രശ്നം. ബോട്ടം ടു ടോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് എന്താണ് എന്നുള്ളത്, സാധാരണ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ സാധനം കിട്ടുമ്പോൾ പാസേജ് വായിക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് പിന്നെയും പോയി പാസേജ് വായിക്കും, സമയം ഒരുപാട് നഷ്ടപ്പെടും. So what you want to do is, first of all you read the questions. ഇതാണ് ടോപ്പ്. ബോട്ടം എന്ന് പറയുന്ന സാധനം ഇതാണ്. ക്വസ്റ്റ്യൻ ആണ് ആദ്യം വായിക്കേണ്ടത്, എന്നിട്ട് പാസേജിലേക്ക് പോവുക. ടോപ്പ് എന്നിട്ട് പാസേജിലേക്ക് പോവുക. എന്താ ഗുണം എന്ന് വെച്ചാൽ, ചോദ്യങ്ങൾ എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ ഓരോ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അഡീഷണൽ ഷീറ്റ് പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടുമല്ലോ, യു നോ ദാറ്റ്.
അതിനകത്ത് എഴുതി വെക്കുക എന്താണ് അതിലെ റൂട്ട് വേർഡ് എന്നത്. അത് എഴുതിയത് വെച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഈ പാസേജ് വായിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ ഗുണം, എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് അവിടെ എംഫസൈസ് ചെയ്ത് അവിടെ ഫോക്കസ് ചെയ്ത് വായിക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആദ്യത്തെ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസേജ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ വായിച്ചു പോകുന്നത്. ഒരു പാസേജ് കിട്ടുമ്പം സാധാരണ ഗതി കണ്ടുവരുന്നത് ഇൻ ടുഡേസ് ഡിജിറ്റൽ ഏജ് എംപ്ലോയ്മെന്റ് ഒരു കാര്യമില്ല, ചുമ്മാ അങ്ങ് വായിച്ചു ഇൻക്രീസ് ഡിപ്പെൻഡ് ഓൺ ദർ സ്കിൽസ്. അത് കഴിഞ്ഞ് വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ക്വസ്റ്റ്യൻസിൽ ചെന്നിട്ട് നമ്മൾ അവിടെ കാണുമ്പോൾ അക്കോർഡിംഗ് ടു ദ പാസേജ് എംപ്ലോയ്മെന്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ പ്രൈമറിലി. അതെന്ത് വരും സാധനം, വീണ്ടും എടുക്കും. എത്ര സമയം നമ്മൾ നഷ്ടപ്പെടുന്നത്? വൈ ഡു യു വാണ്ട് ടു വേസ്റ്റ് ദ ടൈം? നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് അവിടെ സമയമില്ല. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ യു റീഡ് ദ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ പാസേജ് എംപ്ലോയ്മെന്റ് ഡിപ്പെൻഡ്സ് പ്രൈമറിലി ഓൺ ഡാഷ്. സോ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ എന്താണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്താ ഗുണം, നമ്മൾ ആദ്യത്തെ ചോദ്യമായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും വായിച്ച് പോകണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഓപ്ഷൻസ് ഒന്നും വായിച്ച സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ അവിടെ എഴുതുന്ന പാറ്റേൺ ആണ് ഇതാ അക്കോർഡിംഗ് ടു ദ പാസേജ് എംപ്ലോയബിലിറ്റി ഡിപ്പെൻഡ്സ്. അപ്പം നമ്മൾ എന്താ എംപ്ലോയബിലിറ്റി ഡിപ്പെൻഡ്സ് ഇങ്ങനെ എഴുതി വെച്ചാൽ ആരെയും ബോധ്യപ്പെടുത്തൊന്നും വേണ്ട, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സി ക്വാളിറ്റി നോട്ട് മെൻഷൻഡ്. അപ്പം നോട്ട് മെൻഷൻഡ് എന്താണ്, വായിക്കുമ്പം ആ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നമ്മൾ എംപ്ലോയബിലിറ്റി ഡിപ്പെൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, സി ഇൻ ദ ഡിജിറ്റൽ ഏജ് എംപ്ലോയ്മെന്റ് ഇംഗ്ലീഷ് ഡിപ്പെൻഡ്സ് ഓൺ. കണ്ട ഈ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് കൊടുക്കും, പ്രഷർ കൊടുത്ത് വായിക്കുക. അല്ലെങ്കിൽ പ്രഷർ മീൻസ് എംഫസൈസ് ചെയ്യും, അതായത് അത് ഊന്നൽ കൊടുക്കും. അത് ക്വസ്റ്റ്യൻ വരാത്ത സ്ഥലം നമ്മൾ ചുമ്മാ വായിച്ചിട്ടാൽ മതി, നമുക്ക് അതിൽ ഊന്നലൊന്നും കൊടുക്കണ്ട. ഇത് ആദ്യമേ വായിക്കുമ്പോൾ എന്തോ വായിച്ചു, വി ഫീൽ ലൈക്ക് ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ. What do you mean by that idiom, fish out of the water? വേഗം പറഞ്ഞാൽ എന്താ വൊക്കാബുലറി നമുക്ക് ചോദിക്കുന്ന ഒരു സാധനം idiom, fish out of the water. What it means, fish out of the water means we feel uncomfortable. നമുക്ക് എന്താ സംഭവം നടക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല, എന്തോന്ന് നടക്കുന്നു എന്നുള്ളതല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ you want to read the questions initially. So first of all go to the questions. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. According to the passage, employability depends primarily on. Okay, so passage അനുസരിച്ച് എംപ്ലോയബിലിറ്റി എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് എംപ്ലോയബിലിറ്റി എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടല്ലോ, പാസേജ് വായിക്കുമ്പോൾ നമ്മൾ ഈ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന മേഖല സ്ട്രെസ് ചെയ്ത് വായിക്കും, അല്ലെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്ത് വായിക്കും. ഇനി ഈ സാധനം രണ്ടാമത്തെ പാരഗ്രാഫിലെ 4ാമത്തെ ലൈനിലാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കുക. അത് വായിക്കുന്ന സമയത്ത് നമ്മളിവിടെ രണ്ടാമത്തെ പാരഗ്രാഫിലെ 4ാമത്തെ ലൈൻ എന്ന് എഴുതി വെക്കും. എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെന്ന് വെച്ചു, കൺഫ്യൂഷൻ വരുമ്പം രണ്ടാമത്തെ പാരഗ്രാഫിലെ 4ാമത്തെ വരിയിലാണ് ഈ സാധനം കിടക്കുന്നതെങ്കിൽ ആ സാധനം അവിടെ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ പിന്നെയും പോയി പാസേജ് മൊത്തം വായിക്കാൻ ഉള്ള ടൈമില്ല നമുക്ക്. അതുകൊണ്ടാണ് പക്ഷേ പാസേജിൻ്റെ വലിപ്പം കൂടുതലനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പാറ്റേൺ. സോ യു വാണ്ട് ഫോളോ ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യങ്ങളെല്ലാം വായിച്ച് നോക്കണം, ഓപ്ഷൻസ് ഒന്നും വായിച്ച് നോക്കണമെന്നില്ല. വിച്ച് ക്വാളിറ്റി ഈസ് നോട്ട് മെൻഷൻഡ് ആസ് വാല്യൂ ഓഫ് എംപ്ലോയേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റി വാല്യൂ ഓഫ് എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാറ്റേണിൽ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ദ പാസേജ് സജസ്റ്റ് ദാറ്റ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഫോക്കസ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ പോയിന്റ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖല നമ്മൾ ഫോക്കസ് ചെയ്തു. ദ നെക്സ്റ്റ് ദ ടേം അപ്സ്കില്ലിംഗ് റെഫേഴ്സ് ടു. അപ്സ്കില്ലിംഗ് എന്നുള്ളതാണ് ടേം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്സ്കില്ലിംഗ് എന്നുള്ളതായിരിക്കും നമ്മളുടെ അവിടുത്തെ റൂട്ട് വേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന വേർഡ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്തു. വെൽ, വിച്ച് ഓഫ് ദീസ് ക്യാൻ ബ്രിഡ്ജ് ദ സ്കിൽസ് ഗ്യാപ്പ്? ഇതിൽ സ്കിൽസ് ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റിയ വേർഡ് ഏതാണ് എന്നുള്ളതാണ്. സോ വിച്ച് ഓഫ് ദീസ് ക്യാൻ ബ്രിഡ്ജ് ദ സ്കിൽസ് ഗ്യാപ്പ്? സോ സ്കിൽസ് ഗ്യാപ്പ് എന്ന് പറയുന്ന പാറ്റേൺ നമുക്കവിടെ പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കാം. ദ പ്രൈമറി ടോൺ ഓഫ് ദ പാസേജ്. സോ പ്രൈമറി ടോൺ ഓഫ് ദ പാസേജ് ആണ്. ടോൺ ഓഫ് ദ പാസേജ് നമുക്ക് പാസേജ് മൊത്തം വായിച്ച് കഴിയുമ്പോഴേ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഏത് മേഖലയിലാണ് ഈ പാറ്റേൺ പോകുന്നത്. പല രീതിയിൽ നമുക്കവിടെ പോകുന്ന മേഖലകളുണ്ട് ആണല്ലോ. സോ ഇപ്പോൾ പെസിമിസ്റ്റിക് ആയിട്ടുള്ള പാറ്റേൺ. എന്താണ് പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പാസേജുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില പാസേജിൽ പ്രധാനമായിട്ടും വളരെ നെഗറ്റീവ് ആസ്പെക്റ്റിലേക്കായിരിക്കും. ഒന്നും ശരി, ദ ഗവൺമെൻറ് ഈസ് നോട്ട് ഗുഡ്, ദ സിസ്റ്റം ഈസ് നോട്ട് ഗുഡ്, എവ്രിത്തിങ് ഈസ് അൺഫെയർ, എല്ലാം മോശമാണ് എന്ന്. ഇപ്പം നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകൾ പൊതുവേ
കൊണ്ടുപോകുന്നൊരു പാറ്റേൺ ആണ്. പെസിമിസ്റ്റിക് ആയിട്ടായിരിക്കും എപ്പോഴും പാറ്റേൺ പോകുന്നത്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പാറ്റേൺ ആയിരിക്കും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില പാസേജുകൾ അങ്ങനെ ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഓരോ ഓതർ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക്കിൻ്റെ അനോണിമാണ്. ഒപ്റ്റിമിസ്റ്റ് മീൻസ് എവറിത്തിങ് വിൽ ബി ബെസ്റ്റ്, എല്ലാം നല്ലതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത് ഒപ്റ്റിമിസ്റ്റിക്. ഫ്യൂച്ചർ പാറ്റേൺ ഇപ്പോൾ ഞങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ എക്സാമിനേഷൻ മെയിൻസ് കിട്ടും എന്നുള്ളത്, ഇതാണ് ഒപ്റ്റിമിസ്റ്റിക്. ഞാൻ പഠിച്ചോ എനിക്ക് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല, ഇതാണ് പെസമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. സോ യു വാണ്ട് ടു ബി ഇൻ എ പെസമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. പെസമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട. ലൈഫിൽ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അനാലിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളെ വേർതിരിച്ച് പാർട്സ് ആയിട്ട് ഒരു കാര്യത്തെ പഠിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനാലിറ്റിക്കൽ. ചില പാസേജുകൾ അങ്ങനെ ആയിരിക്കും. സർക്കാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാസേജുകൾ ആക്ഷേപഹാസ്യം വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് സർക്കാസ്റ്റിക് എന്ന് പറയുന്ന പാറ്റേണിൻ്റെ പ്രത്യേകത. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ വൈക്കം മുഹമ്മദ് ബഷീർ, മലയാളവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ബുക്കുകളെല്ലാം ഭയങ്കര സർക്കാസ്റ്റിക്കാണ്. വിശ്വവിഖ്യാതനായ മൂക്ക്, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്. വിശ്വവിഖ്യാതമായ മൂക്ക് അത് വളരെ സർക്കാസ്റ്റിക്കായിട്ട് വിമർശിക്കുകയാണ്. അല്ലെങ്കിൽ ചെമ്മനം ചാക്കോ, മലയാളം ഓതേഴ്സിൻ്റെ ചെമ്മനം ചാക്കോയുടെ നെല്ലെന്ന് പറയുന്ന കവിതയിലൂടെ അയാൾ വളരെ സർക്കാസ്റ്റിക്കായിട്ട് ഗവൺമെൻറ്റിനെ, സിസ്റ്റത്തിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്. എങ്ങനെ വിമർശിക്കുന്ന പാറ്റേൺ, അതായത് നമ്മൾ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇങ്ങനെയാണ് ചില പാറ്റേൺസ് സർക്കാസ്റ്റിക്കായിട്ട് വരുന്നത്. വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇംഗ്ലീഷ് ഓതേഴ്സിൻ്റെ പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗലീവറിൻ്റെ യാത്രകൾ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിൽ അദ്ദേഹം ഓരോ രാജ്യത്തെ, ഇംഗ്ലണ്ടിലെ ഭരണത്തെ വിമർശിക്കുന്ന പാറ്റേൺ കാണുന്നത്. ഒരു രാജ്യം ഞങ്ങൾ മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഐലൻഡിലുള്ള ഞങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഡാർഫ് ആൾക്കാരെ, വലിയ ലോങ് ആൾക്കാരെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന പാറ്റേൺ. ദിസ് ഇസ് സർക്കാസ്റ്റിക് പാറ്റേൺ. ഹ്യൂമറസ്, തമാശ കലർത്തുന്നതാണ് ഹ്യൂമറസ്. ഇമോഷണൽ ചില സാധനങ്ങൾ നമുക്കറിയാം, ഭയങ്കര വായിക്കുമ്പോൾ ഇമോഷണൽ ആയിരിക്കും. അപ്പോൾ ഓതറിൻ്റെ ടോൺ എന്താണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് ഒരു കാര്യം കൂടി ഓർക്കുക, പാസേജുകൾ സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് ക്വസ്റ്റ്യൻസ് വരുമ്പം അവിടെ പ്രധാനമായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒപ്പീനിയൻസ് ഉള്ള പാസേജുകളൊക്കെ ആയിരിക്കും കാണുന്നത്. ന്യൂസ് പേപ്പറിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പല വിഷയങ്ങൾക്കും പല അഭിപ്രായം. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നടക്കുന്ന വിഷയമാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ചില ആൾക്കാർ ഇറാൻ്റെ കൂടെ ആയിരിക്കും, ചില ആൾക്കാർ ഇസ്രായേലിൻ്റെ കൂടെ ആയിരിക്കും. ഇങ്ങനെ പലർക്കും പല അഭിപ്രായം. ചില ആൾക്കാർക്ക് ഇന്ത്യയുടെ പോലെ ആയിരിക്കും, പ്രത്യേകിച്ച് സ്റ്റാറ്റൊന്നും ഉണ്ടാവില്ല. പല ഒപ്പീനിയൻ നമുക്കുണ്ടായിരിക്കും. നമ്മുടെ ഒപ്പീനിയനും നമ്മളുടെ അഭിപ്രായമോ എഴുതുന്ന സ്ഥലമല്ല എന്ത് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ആ വാക്ക് തന്നെ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. റീഡിങ് കോംപ്രിഹെൻഷൻ എന്നാണ്. അതായത് ബാങ്കിങ് എക്സാമുകൾക്ക്, നമ്മൾ UPSCയുടെ എക്സാമൊന്നും അല്ലല്ലോ എഴുതുക, ബാങ്കിങ് എക്സാമാണ്. ബാങ്കിങ് എക്സാമുകൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രിഹെൻഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷിലെ നമ്മളുടെ സ്കിൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയിക്കാൻ വേണ്ടി ഒരു സാധനം വായിച്ചിട്ട് നമുക്കതിലെ ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായം എന്താണ് എന്നല്ല ചോദിക്കുന്നത്, അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓതർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളവിടെ എഴുതുന്നത്. ഇപ്പോൾ ഓതർ പറയുകയാണ് സൂര്യൻ സൺറൈസസ് ഇൻ ദ വെസ്റ്റ് എന്ന് ഓതർ പറയുകയാണെങ്കിൽ നമുക്കറിയാം സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് ആണ് ശരി എന്നുള്ളത്. നമ്മുടെ ശരി എഴുതുന്ന സ്ഥലം അല്ല അത്. ഓതറിൻ്റെ ഒപ്പീനിയൻ എന്താണോ അതാണ് എഴുതുന്നത്. സോ ഡോണ്ട് ഇൻസേർട്ട് ഔട്ട്സൈഡ് നോളജ്. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷനിൽ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കേണ്ട ഒരു പാറ്റേൺ, ഔട്ട്സൈഡ് നോളജ് ഒരു കാരണവശാലും അതിൽ ഇൻജക്ട് ചെയ്ത് വെക്കരുത്. ഇതാണ് നമുക്ക് എന്ത് റീഡിങ് കോംപ്രിഹെൻഷൻ ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം എന്താണ്? കാരണം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ വെറുതെ ഇല്ല സ്കൂളിൽ പഠിച്ച ഒരു പാറ്റേണിലൊക്കെ പോയി കോംപ്രിഹെൻഷൻസ് കാണുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാങ്കിങ് എക്സാംസിൽ അത് ഡിഫിക്കൽട്ട് ഉണ്ടാവും. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് പുറത്തുനിന്നുള്ള സാധനം ഇതിൽ ഇൻജക്റ്റ് ചെയ്ത് വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓതറിൻ്റെ ഒപ്പീനിയൻ, ഓതർ സൂര്യൻ ഉദിക്കുന്നത് വെസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് വെസ്റ്റ്. അതിന് മാറ്റമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അത് പ്രധാനമായും ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലൈഫ് ലോങ് ലേണിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡാഷ് ഇൻ ദ മോഡേൺ വേൾഡ്. എന്താണ് ലൈഫ് ലോങ് ലേണിങ്ങിനെ കുറിച്ച് അവർ പറയുന്നത്? അപ്പോൾ നമ്മുടെ റൂട്ട് വേർഡ് ആ പാറ്റേൺ ആയിരിക്കും. വെൽ, ചൂസ് ദ ബെസ്റ്റ് സമ്മറി ഓഫ് ദ പാസേജ്. തന്നിരിക്കുന്ന ഇതിലെ പാസേജിൻ്റെ സമ്മറി എന്താണ് എന്നുള്ളത് അത് നമുക്ക് ഓൾറെഡി പാസേജ് വായിച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പാറ്റേൺ കിട്ടുന്നത്. സോ യു കെൻ ഗോ വിത്ത് ദാറ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് സിനോണിം ഓഫ് പ്രോആക്റ്റീവ്. നമുക്ക് പാസേജിൽ എപ്പോഴും എന്തായിരിക്കും ഈ പറയുന്ന പാസേജിലെ ഒരു വേർഡുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി ചോദ്യങ്ങളും ചോദിക്കും. സോ പ്രോആക്റ്റീവ് എന്ന് പറയുന്ന സാധനം എന്താണ് എന്നുള്ളത് ഇനി അതും കൂടി ഓർക്കുക. നമ്മൾ വൊക്കാബുലറി പഠിക്കുമ്പോൾ ഓൾറെഡി ചില വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വേർഡിൻ്റെ മീനിങ് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതല്ല അവിടെയും ലക്ഷ്യം.
പാസേജിനകത്ത് ആ വേർഡ് സി ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് എ പ്രോആക്റ്റീവ് ഇൻ ദ പാസേജ്. പാസേജിൽ എന്താണ് ആ വേർഡ്? പാസേജിൽ ആ വേർഡ് യൂസ് ചെയ്തേക്കുന്നത് എന്താണ് എന്നുള്ള. ഇപ്പോൾ എക്സാമ്പിൾ റീസെൻ്റ് ആയിട്ടൊരു എക്സാമിനേഷന് വന്നിരുന്ന ഒരു വേർഡായിരുന്നു നമ്മളുടെ ജെറ്റുമായി ബന്ധപ്പെട്ടിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ്, ജെറ്റ് സ്കൈ എന്ന് പറഞ്ഞ പാറ്റേണിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്. അപ്പോൾ അവിടെ നമുക്കത് അറിയാം ഈ പറഞ്ഞ സ്പേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു എന്നുള്ളത്. പക്ഷേ പാസേജിനകത്ത് സ്പേസുമായി കോണ്ടന്റ് ഒന്നും അല്ലായിരുന്നു അവിടെ ഉപയോഗിച്ചത്. പാസേജിനകത്ത് അത് വേറൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ പാസേജിലെ അർത്ഥമാണ് നമ്മളവിടെ കൃത്യമായി നോക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. വെൽ, സോ വിച്ച് പ്രോബ്ലം ഡസ് ദ പാസേജ് ഹൈലൈറ്റ്സ്? പാസേജിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പ്രോബ്ലം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി നമുക്കവിടെ നോക്കാം. അപ്പം നമുക്ക് പ്രധാനമായിട്ടും എന്തുമായി ബന്ധപ്പെട്ട പാറ്റേണുകളാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലോട്ട് എന്താണ് എന്ന് ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പാസേജിലേക്ക് പോവാണ്. അപ്പോൾ പാസേജ് നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പാസേജിലേക്ക് വായിച്ചു നോക്കുമ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാറ്റേൺ. ബാക്കിയെല്ലാം നമുക്കിവിടെ പാസീവായിട്ട് റീഡ് ചെയ്ത് പോകാനും പറ്റും. വെൽ, സോ റീഡ് ദ പാസേജ് എന്നുള്ള പാറ്റേണിൽ ഇൻ ടുഡേയ്സ് ഡിജിറ്റൽ ഏജ്. സോ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ടുഡേയ്സ് ഡിജിറ്റൽ ഏജ്. ഇപ്പോഴത്തെ ഡിജിറ്റൽ ഏജുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ സംസാരിക്കുന്നത്. എംപ്ലോയബിലിറ്റി ഇൻക്രീസിംഗ്ലി ഡിപ്പെൻഡ്സ് ഓൺ സ്കിൽസ് റാദർ ദാൻ സർട്ടിഫിക്കറ്റ്സ്. അപ്പം ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ എംപ്ലോയബിലിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്, ഡിപ്പെൻഡ് ഓൺ സ്കിൽസ് റാദർ ദാൻ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ സ്കിൽസാണ്. നമ്മൾ ഈ സാധനം ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ അത് നമുക്കിവിടെ കൃത്യമായി ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സാധനത്തിൽ എംഫസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. വിത്ത് റാപ്പിഡ് ടെക്നോളജി ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ, ടെക്നോളജി ഉണ്ടാവുന്ന ചേഞ്ചസ്, എംപ്ലോയീസ് വാല്യൂ അഡാപ്റ്റബിലിറ്റിയും പ്രോബ്ലം സോൾവിങ്ങും ക്രിയേറ്റിവിറ്റിയും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് കൊടുക്കുന്നത്. മോർ ദാൻ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസിനേക്കാൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന മേഖല ഇതാണ്. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്ട്രഗിൾസ് ടു പ്രിപ്പയർ സ്റ്റുഡൻറ്റ് ഫോർ റിയൽ വേൾഡ് ചലഞ്ചസ് ബിക്കോസ് ദേ ഫോക്കസ് ഹെവിലി ഓൺ റോട്ട് ലേണിംഗ്. അവർ റോഡ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട പാറ്റേണാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹൗഎവർ, സോ ഇങ്ങനത്തെ വാക്കുകൾ നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പം മനസ്സിലാകില്ല, പാസേജിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിരിക്കും ചില സമയത്ത് വരുന്നത്. അങ്ങനെയുള്ള ടൈമുകളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വാക്കുകളാണ് ഹൗഎവർ, ബട്ട്, ആൻഡ് എന്നീ പറയുന്ന വാക്കുകളൊക്കെ. അതായത് ഇതൊക്കെ കൺജങ്ഷൻ പാറ്റേൺ വരുന്ന വാക്കുകളാണ്. ആൻഡിൻ്റെ പ്രത്യേകത എന്താണ്? പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒരു പോസിറ്റീവായ കാര്യമാണ് പറയുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. ഇതാണ് ആൻഡിൻ്റെ പ്രത്യേകത. ഇനി ബട്ടോ ഹൗവറോ ഒക്കെയാണ് എങ്കിൽ, നെഗറ്റീവായ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് പോസിറ്റീവായ കാര്യമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ നെഗറ്റീവായ കാര്യമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഡീലാണ്. അപ്പം നെഗറ്റീവായ കാര്യമാണ് പോസിറ്റീവായ കാര്യം, പോസിറ്റീവായ കാര്യമാണ് നെഗറ്റീവായ കാര്യമാണ് എന്തിൽ ഉപയോഗിക്കുന്നത്, ഹൗവറും ബട്ടും ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്. ഡീലാണ്, സെറ്റാണ്, എന്താണ് ആ പാറ്റേൺ. സോ ഇങ്ങനെയുള്ള വാക്കുകൾ അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഹൗവർ ഇൻ്റഗ്രേറ്റിംഗ് പ്രാക്ടിക്കൽ ലേണിംഗ് വിത്ത് തിയറട്ടിക്കൽ നോളജ് ക്യാൻ ബ്രിഡ്ജ് ദിസ് ഗ്യാപ്പ്. നമ്മൾ ഗ്യാപ്പിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ കണ്ടായിരുന്നല്ലോ. അപ്പം എന്താണ് ഇൻ്റഗ്രേറ്റഡ് പ്രാക്ടിക്കൽ ലേണിങ്ങും തിയറട്ടിക്കൽ നോളജും ഈ ഗ്യാപ്പിനെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. Lifelong learning and upskill learning online courses have become essential for career growth. Career growth ഇതൊക്കെ സഹായിക്കും. A proactive attitude towards learning often sets high achievers apart from the rest. Proactive എന്ന വേർഡ് വൊക്കാബുലറി നമ്മൾ ചോദിച്ചാൽ a proactive attitude towards learning often sets high achievers apart from the rest. മറ്റുള്ളവരിൽ നിന്ന് വലിയ അച്ചീവിലേക്ക് എത്താൻ പറ്റും എന്ത്, പ്രോആക്റ്റീവ് ലേണിങ്ങിൽ. അപ്പോൾ നമുക്ക് ആ കോണ്ടന്റുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇനി ചോദ്യം എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ദ പാസേജ്. അപ്പം നമ്മളിവിടെ ഇപ്പോൾ പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് സെൻറ്റൻസുകളിൽ ആണ് പ്രോആക്റ്റീവ് എന്നൊന്ന് മെൻഷൻ ചെയ്ത് വെക്കും. എന്തിനാ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏത് വേർഡ് ഏത് ഭാഗത്ത് വന്നിപ്പം മൂന്നാമത്തെ പാരഗ്രാഫിലെ നാലാമത്തെ ലൈനാണെങ്കിൽ പെട്ടെന്ന് മൂന്നാമത്തെ പാരഗ്രാഫ് നാലാമത്തെ ലൈൻ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇതാണ് ആ ഇമ്പോർട്ടൻസ് നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. സോ അക്കോർഡിംഗ് ടു ദ പാസേജ് എംപ്ലോയബിലിറ്റി ഡിപ്പെൻഡ്സ് പ്രൈമർലി ഓൺ ഡാഷ്. എന്തിലൊക്കെയാണ് നമ്മളവിടെ ഓൾറെഡി പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സിലാണോ? അല്ലെന്നല്ലേ അവർ പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് അല്ല,
ഏജ് അല്ല. സ്കിൽസ് അല്ലേ അവർ പറഞ്ഞത്? യെസ്, സ്കിൽസ് ഈസ് ദ റൈറ്റ് വൺ. കണ്ടോ, അവർ പറഞ്ഞത് സ്കില്ലിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഹൈറ്റും ജെൻഡറും ഒക്കെ നമ്മൾ ഒഴിവാക്കിയാണ് അവിടെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ് ഇതിനാണ് നമ്മൾ ആദ്യമേ ഈ സാധനം ഫോക്കസ് ചെയ്താൽ പിന്നെ നമുക്ക് രണ്ടാമതും ചിന്തിക്കുക പോലും വേണ്ട പാറ്റേൺ ഇല്ല. വിച്ച് ക്വാളിറ്റി ഈസ് നോട്ട് മെൻഷൻ ആസ് വാല്യൂഡ് ബൈ എംപ്ലോയേഴ്സ്? ക്രിയേറ്റിവിറ്റി, അഡാപ്റ്റബിലിറ്റി, റോട്ട് ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, നൺ ഓഫ് ദീസ്. ഏത് ക്വാളിറ്റിയാണ് നോട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സി, നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് പഠിച്ച വാക്കായിരുന്നു അത്. നമ്മളെന്താ ഇവിടെ കൃത്യമായിട്ട് ആ സാധനം ചെയ്തിരുന്നു. എംപ്ലോയേഴ്സ് വാല്യൂ അഡാപ്റ്റബിലിറ്റി, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി. സോ ഇത്രയും കാര്യമുള്ളൂ. നമുക്ക് നോക്കാം. പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി, അഡാപ്റ്റബിലിറ്റി എല്ലാം ഉണ്ട്. റോട്ട് ലേണിംഗ് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞോ? ഇല്ല. സോ റോട്ട് ലേണിംഗ് ആണ് എന്ത്? ക്വാളിറ്റി നോട്ട് മെൻഷൻ ആസ് വാല്യൂ. വാല്യൂ ആയിട്ട് മെൻഷൻ ചെയ്തില്ല. പാസേജിൽ റോട്ട് ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വാല്യൂ ആയിട്ട് മെൻഷൻ ചെയ്തത് ഏത്? ക്രിയേറ്റിവിറ്റി, അഡാപ്റ്റബിലിറ്റിയും പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്യാത്തത് ഏതാണ്? റോട്ട് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ റോട്ട് ലേണിംഗ് ആണ് എന്ത്? മെൻഷൻ ചെയ്യാത്ത സാധനം. അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോയത്? റോട്ട് ലേണിംഗിലേക്ക് പോയത് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The passage suggests that traditional education focus too. സജീഷണൽ എഡ്യൂക്കേഷൻ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ അവിടെ ബോക്സ് വരച്ച് പാറ്റേണിൽ ചെയ്തായിരുന്നു, നമ്മൾ ഫോക്കസ് ചെയ്തായിരുന്നു. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പാറ്റേൺ എവിടെയായിരുന്നു നമ്മൾ അതിനകത്ത് ചെയ്തത്? ട്രഡീഷണൽ എഡ്യൂക്കേഷൻ നമ്മൾ പാറ്റേണിൽ ഫോക്കസ് ചെയ്യുന്നത്. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്ട്രഗിൾസ് ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ റിയൽ വേൾഡ് ചലഞ്ചസ് ബിക്കോസ് ദേ ഫോക്കസ് ഹെവിലി ഓൺ റോട്ട് ലേണിംഗ്. കണ്ടോ, അവർ ഫോക്കസ് ചെയ്യുന്നത് ഏത്? ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് റോട്ട് ലേണിംഗിലാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ റോട്ട് ലേണിംഗിൽ ആണ് അവർ ഫോക്കസ് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ മൂന്നാമത്തെ പാറ്റേണിന്റെ ആൻസർ എന്ന് പറയുന്നത്, സോ ദ പാസേജ് സജസ്റ്റ് ദാറ്റ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ടു മച്ച് ഓൺ എക്സ്പീരിയൻസ് ആണോ? അല്ല. സർട്ടിഫിക്കറ്റ്സ് ആണോ? അല്ല. റോട്ട് ലേണിംഗ്, ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺ റോട്ട് ലേണിംഗ്. സോ യു ക്യാൻ ഈസിലി കവർ ദാറ്റ് പാറ്റേൺ. റോട്ട് ലേണിംഗ് എന്ന് പറയുന്ന പാറ്റേൺ നമുക്കവിടെ പ്രധാനമായിട്ടും ഫോളോ ചെയ്യാം എന്നുള്ളതാണ് അതിലെ ഇമ്പോർട്ടൻറ്റ്. സോ റോട്ട് ലേണിംഗ് ആണ് എന്ത് നമ്മളവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. നമുക്ക് അടുത്ത ചോദ്യ പാറ്റേണിലേക്ക് പോകാം. ദ ടേം അപ്സ്കില്ലിംഗ് റെഫേഴ്സ് ടു. അപ്സ്കില്ലിംഗ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളത്? റസ്റ്റിങ്ങിനെയാണോ? റസ്റ്റിങ്ങിനെ ആയിരിക്കില്ല. ലേണിംഗ് ന്യൂ സ്കിൽസ്, ക്വിറ്റിംഗ് ജോബ്, ടീച്ചിങ് അതേഴ്സ്, നൺ ഓഫ് ദിസ്. സോ ലേണിംഗ് ന്യൂ സ്കിൽസ്, പുതിയ സ്കില്ലിനെ ആയിരുന്നു നമ്മളുടെ പാസേജിനകത്ത് അവർ കൃത്യമായി പറഞ്ഞത്. എന്ത്? അപ്സ്കില്ലിംഗ് എന്താണ് എന്നുള്ളത്, പുതിയ സ്കില്ലുകൾ ആർജിച്ചെടുക്കുക എന്നുള്ള കാര്യമായിരുന്നു നമുക്കവിടെ തന്നിരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്ന പാറ്റേൺ. സോ അതാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത്. സോ ടേം അപ്സ്കില്ലിംഗ് റെഫേഴ്സ് ടു ദ ലേണിംഗ് ന്യൂ സ്കിൽസ്. വിച്ച് ഓഫ് ദീസ് ക്യാൻ ബ്രിഡ്ജ് ദ സ്കിൽ ഗ്യാപ്പ്? സ്കിൽ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടപ്പോഴേ നമ്മളവിടെ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന സ്ഥലത്തായിരുന്നു ആ സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ള പറഞ്ഞു. ഇതാണ് നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ കണ്ടാലുള്ള പാറ്റേൺ. നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന സ്കിൽ ഗ്യാപ്പ് എന്താണ് എന്നുള്ള കാര്യം ഹൗവർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രേറ്റിംഗ് പ്രാക്ടിക്കൽ ലേണിംഗ് വിത്ത് തിയററ്റിക്കൽ ലേണിംഗ്. അപ്പോൾ പ്രാക്ടിക്കൽ ലേണിംഗ് തിയററ്റിക്കൽ നോളജുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽ ഗ്യാപ്പ് ഉപയോഗിക്കാം എന്നുള്ള അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യാം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. സോ when we go through the options, you can easily identify that there may be an option like that. See, practical learning only, theoretical learning only, practical plus theoretical learning. So they are saying that practical and theoretical learning are both are important എന്ന് പറയുന്ന പാറ്റേൺ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. So you can come with that conclusion. So this is the pattern. അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും സ്കിൽ ഗ്യാപ്സ് എന്ന് പറയുന്ന മേഖല നമുക്ക് ആദ്യമേ നമ്മൾ ചോദ്യ പാറ്റേണുകളിൽ കണ്ടപ്പം എന്ത് ചെയ്തു? നമ്മുടെ അഡീഷണൽ ഷീറ്റിനകത്ത് നമ്മൾ കൃത്യമായി മെൻഷൻ ചെയ്തിരുന്നു, അതായത് ആ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് പാസേജ് വായിക്കുമ്പോൾ ഏത് മേഖലയിലാണ് ഞാൻ ഫോക്കസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മേഖലയാണ് നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. സോ ആ ഒരു പാറ്റേൺ ആണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. The primary tone of the passage. So the primary tone of the passage. So entirely പാസേജ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല അവർ പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സിൽ ഷെയ്ഡ്സിൽ വരുന്ന എന്തെങ്കിലും കാര്യമാണോ അവർ പറയുന്നത്? അങ്ങനെയുള്ള ഒരു ഫോക്കസും അല്ല പറയുന്നത്. സർക്കാസ്റ്റിക് ആണോ?
ആരെയും കളിയാക്കുന്നില്ല. നമ്മൾ മറ്റേ ബഷീറിൻ്റെ കഥ പറഞ്ഞ പോലെ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് ബഷീർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിശ്വവിഖ്യാതനായ മൂക്ക് എന്ന് ബഷീർ പറഞ്ഞ പോലത്തെ യൂസേജ് ഒന്നും അവിടെ നമ്മൾ കണ്ടില്ല. അവർ കറക്റ്റായിട്ട് ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞായിരുന്നു ഇന്നിന്ന കാര്യങ്ങളാണ് വേണ്ടത്, തിയററ്റിക്കലായ പാറ്റേൺ ആണ് വേണ്ടത്. പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ലേണിങ്ങിൽ ഇന്നിന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുവന്നത്. ഇങ്ങനെ പോയിന്റ് ആയിട്ട് പറയാണ്. ഇങ്ങനെ പോയിന്റ് ആയിട്ട് വരുന്ന പാറ്റേണിനെ നമ്മളൊരു വേർഡ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട്, അനലിറ്റിക്കൽ ആണ് എന്നുള്ളത്. അതായത് ഓരോ കാര്യങ്ങളെ നമ്മൾ ഇടകീർന്നി ഇങ്ങനെ പരിശോധിച്ച് പഠിക്കുന്ന പാറ്റേണെ നമ്മൾ വിളിക്കുന്നത്. സോ ദിസ് ഇസ് അനലിറ്റിക്കൽ. അവിടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യം നമ്മൾ അവിടെ കണ്ടില്ല, തമാശ ഒന്നും അവിടെ പറഞ്ഞില്ല, നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടില്ല. ഇറ്റ് ഈസ് നോട്ട് എ പെസിമിസ്റ്റിക് തിങ്. സോ ദ ആൻസർ ഈസ് അനലിറ്റിക്കൽ. സോ ദിസ് ഇസ് ദ പാറ്റേൺ. സോ യു വാണ്ട് ടു അനലൈസ് വെദർ ദ പാസേജ് വാണ്ട്സ് ടു സേ വാട്ട്, എന്താണ് പാസേജിന് നമ്മളോട് പറയാനുള്ളത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്താണ് ഓതറിൻ്റെ ടോൺ എന്നുള്ള കാര്യം നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Lifelong learning is described as dash in the modern world. സി, എന്താണ് ലൈഫ് ലോങ് ലേണിങ്ങിനെ കുറിച്ച് അവർ പറയുന്നത്? ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന പാറ്റേണിൽ അൺനെസസറി ആയിട്ടല്ല പറഞ്ഞേക്കുന്നത്, എസെൻഷ്യൽ എന്ന് പറയുന്ന വേർഡ് തന്നെയാണ് അവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാൻ വേണമെങ്കിൽ എന്താണ് പാറ്റേണിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ ലൈഫ് ലോങ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളോട് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ് ത്രൂ ഓൺലൈൻ കോഴ്സസ് ഹാവ് ബീൻ ബിക്കം വെരി എസെൻഷ്യൽ. സോ വി ഹവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് വേർഡ് എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞ വേർഡ് അവിടെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ലൈഫ് ലോങ് ലേണിംഗും അപ്സ്കില്ലിംഗും എന്താണ്, എസെൻഷ്യൽ ആണ് എന്നുള്ള കാര്യം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വെൽ, then when we go through the next, the pattern, the primary tone, the message that we already said, lifelong learning. Also we choose the best summary of the passage. So what this passage wants to communicate with us? See, certificates guarantee success and they never says that's that. അവർ ഒരിക്കലും പറയുന്നില്ല സർട്ടിഫിക്കറ്റ്സ് ആണ്. അവർ പറഞ്ഞത് സർട്ടിഫിക്കറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ഇല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. സ്കിൽസ് ആർ മോർ വാല്യുബിൾ ദാൻ മോർ ക്വാളിഫിക്കേഷൻസ്. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി അബോളിഷ്ഡ്. അങ്ങനെ പറയുന്നുണ്ടോ? ട്രഡീഷണൽ എഡ്യൂക്കേഷൻ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയും അവർ പറഞ്ഞിട്ടില്ല. ഓൺലൈൻ എക്സാംസ് ആർ യൂസ്ലെസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതായത് ഓൺലൈൻ എക്സാംസ് യൂസ്ലെസ് അല്ലെന്ന് പറഞ്ഞ് ഇട്ടില്ല. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ബാൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. സർട്ടിഫിക്കറ്റ് ഗ്യാരണ്ടി സക്സസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് സ്കിൽ ഈസ് മോർ വാല്യുബിൾ ദാൻ ക്വാളിഫിക്കേഷൻ. ഇത് വരാം ഇൻട്രോഡയിൽ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു സ്കില്ലുകൾക്കാണ് കൂടുതലായിട്ട് നൗഡേയ്സ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ ആണ് അവർ കൃത്യമായി അവിടെ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോവാം. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് പ്രോ ആക്റ്റീവ്? പ്രോ ആക്റ്റീവിൻ്റെ സിനോണിം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോ ആക്റ്റീവ് എന്ന് പറയുന്ന പാറ്റേണിൽ എന്താണ് അവിടെ പറയുന്നത്? പാസീവ് അല്ല, ഇൻഡിഫറൻ്റ് അല്ല, റെസ്പോൺസീവ്, എനർജറ്റിക്, റിയാക്റ്റീവ് എന്ന് പറയുന്ന പാറ്റേൺ. സോ റെസ്പോൺസീവ് ആണ് അവിടുത്തെ പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഒരു സാധനം നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര പെട്ടെന്ന് റെസ്പോൺസ് വരും എന്നുള്ളതാണ് പാറ്റേൺ. സോ റെസ്പോൺസീവ് എന്നുള്ളതാണ് വൊക്കാബുലറിയിൽ നമുക്ക് അവിടെ വരുന്ന വേർഡ് പാറ്റേണിൽ വരുന്ന ചോദ്യം. സോ ഗോ ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വുഡ് പ്രോബ്ലം ഡസ് ദ പാസേജ് ഹൈലൈറ്റ്? എന്താണ് പാസേജിന് ഹൈലൈറ്റ്? എന്തിനെക്കുറിച്ചാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? പാസേജിൽ എന്താണ് അവർ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്? ഡിക്ലൈനിങ് ജോബ്സ്, ജോലിയിലെ ഡിക്ലൈനിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ആവശ്യം എന്നുള്ള കാര്യം പറഞ്ഞു. ട്രഡീഷണൽ കാലഘട്ടം എന്താണെന്ന് പറഞ്ഞു. ഫ്ലഡ്സ് ഇൻ സിറ്റീസ്, അങ്ങനെ ടോപ്പിക്കേ അവർ സംസാരിച്ചിട്ടില്ല. ഫ്ലഡിനെ കുറിച്ചോ സിറ്റിയെ കുറിച്ചോ അവർ പറഞ്ഞിട്ടില്ല. വെൽ, ഗ്യാപ്സ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ, ലാക്ക് ഓഫ് ടെക്നോളജി, ഹൈ എക്സാം ഫീസ്. എക്സാം ഫീസിൻ്റെ കാര്യമേ അവർ സംസാരിച്ചിട്ടില്ല. ലാക്ക് ഓഫ് ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞില്ല. സോ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ. See, the passage wants to communicate that what is the gap between the education and skill? എഡ്യൂക്കേഷൻ സ്കില്ലും തമ്മിൽ നിലവിലെ സാഹചര്യത്തിൽ ഉള്ള ഗ്യാപ്പ് എന്താണ് എന്നുള്ള കാര്യമാണ് പാസേജിൽ എൻ്റെ പറഞ്ഞത്. അപ്പം ബാങ്കിങ് എക്സാമുകളിലെ ഡെഡ് ട്രാപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പാസേജ് എന്നുള്ള കാര്യം ഓർക്കുക. സോ പാസേജിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്സ് കൃത്യമായി പറഞ്ഞു. ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുൻപിലുള്ളൂ. ഈ സമയത്ത് പ്രിലിമിനറിയുടെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ഈ പരിപാടി തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ഡു പ്രാക്ടീസ് മാക്സിമം നമ്പർ ഓഫ് questions. That's all. Thank you.